ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂജ അരുണിമയോട് ചോദിച്ചറിയാണ് അച്ഛനും കമ്മീഷണറും തമ്മിലുള്ള ബന്ധം എന്താണ്, അയാളും അച്ഛനും തമ്മിൽ എന്താണ് പ്രശ്നം, അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറയണമെന്ന് പറയുമ്പോൾ അരുണിമ പറയാണ്, മോളെ, ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നീ നിൻ്റെ അച്ഛനോട് നേരെ ചോദിച്ചറിയുന്നതാണ്. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിൻ്റെ അച്ഛന് നിന്നോട് പറഞ്ഞു തരാനുണ്ടാവും. അതുകൊണ്ട് മോളെ, എന്നോട് നീ ചോദിക്കരുത്, എനിക്കൊന്നും അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല എന്നങ്ങ് പറയുമ്പോൾ പൂജ വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അരുണിമ ഒട്ടും തന്നെ കൂട്ടാക്കില്ല അക്കാര്യം പറയാൻ. നീ നിൻ്റെ അച്ഛനോട് തന്നെ ചോദിച്ചറിഞ്ഞോ എന്നങ്ങ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാണ്. അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഒരിക്കലും അച്ഛനുമായിട്ട് അമ്മ ഇനി ജീവിക്കില്ലേ, എനിക്ക് അങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടില്ലേ, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അരുണിമ പറയാണ്, ഞാനും നിൻ്റെ അച്ഛനും നീയും കൂടി താമസിച്ചു കഴിഞ്ഞാൽ കമ്മീഷണർ വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് മോളെ, എനിക്ക് ഇനി നിന്നെ നഷ്ടപ്പെടാൻ വയ്യ. അതുകൊണ്ട് എൻ്റെ മോളുടെ കൂടെ ഇപ്പോഴെങ്കിലും എനിക്കൊന്ന് ജീവിക്കണ്ടേ, അല്ലാതെ അവിടെ പോയി നിൻ്റെ അച്ഛനുമായിട്ട് ജീവിച്ചാൽ ഒരിക്കലും അയാൾ വെറുതെ വിടില്ല. അതുകൊണ്ട് മോളെ, എനിക്ക് നിന്നെ ഇനി നഷ്ടപ്പെടാൻ വയ്യ എന്നൊക്കെ അങ്ങ് പറയണേ. അങ്ങനെ പൂജയ്ക്ക് ദേഷ്യം വന്നിട്ട് പൂജ പറയണേ, അച്ഛനും കമ്മീഷണറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞങ്ങൾ കണ്ടെത്തും അമ്മേ എന്നങ്ങ് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാൻ കേട്ടോ. പിന്നീട് അർജുനോട് പൂജ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അർജുൻ പറയാണ്, അങ്ങനെ പൂജ പറയുമ്പോൾ അർജുൻ പറയാണ്, ഒരാൾ വിചാരിച്ചാൽ മാത്രമാണ് ഈ രഹസ്യം കണ്ടെത്താനാവുകയുള്ളൂ എന്നങ്ങ് പറയുമ്പോൾ പൂജ ചോദിക്കുക, അത് ആരാണെന്ന്. മറ്റാരുമല്ല, അങ്കിൾ തന്നെ. അങ്കിൾ പറഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ ചുരുളഴിക്കാൻ പറ്റുകയുള്ളൂ. ഒരു പക്ഷേ നിൻ്റെ അച്ഛൻ നന്ദഗോപൻ അങ്കിൾ നിരപരാധിയാവാം. ഇതെല്ലാം കമ്മീഷണറുടെ ഒരു തെറ്റിദ്ധാരണ ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിലെ സത്യാവസ്ഥ കണ്ടെത്തണമെങ്കിൽ അങ്കിളുമായിട്ട് നാളെ തന്നെ എന്തായാലും സംസാരിക്കണം. അതുകൊണ്ട് നമുക്ക് നാളെ നിൻ്റെ അച്ഛൻ നന്ദഗോപൻ അങ്കിളിനെ കാണാൻ വേണ്ടി പോകണം എന്നുള്ള കാര്യം അങ്ങ് ഉറപ്പിക്കാൻ കേട്ടോ. അങ്ങനെ പൂജയും അർജുനും നന്ദഗോപനെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ മുന്നേ നമുക്ക് വിശ്വനാഥൻ അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കണം, എനിക്കൊരു കാര്യം കൂടി ഉറപ്പ് വരുത്താനുണ്ട് എന്നങ്ങ് അർജുൻ പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അർജുനും പൂജയും കൂടി വിശ്വനാഥൻ അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. എന്നിട്ട് വിശ്വനാഥൻ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. നന്ദഗോപൻ അങ്കിളും കമ്മീഷണറും തമ്മിലുള്ള കാര്യവും അരുണിമാൻ്റെയും നന്ദഗോപനും ഇപ്പോൾ സ്വരച്ചേർച്ചയിലാണെന്നും അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ തന്നെ വിശദമായിട്ട് വിശ്വനാഥൻ അച്ഛനോട് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ വിശ്വനാഥൻ അച്ഛനും നല്ല വിഷമം വരുന്നുണ്ട്. അങ്ങനെ വിശ്വനാഥൻ അച്ഛനോട് അർജുൻ ഒരു കാര്യം ചോദിക്കാൻ കേട്ടോ. എനിക്ക് വിശ്വനാഥൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്, അതിന് എനിക്ക് സത്യസന്ധമായിട്ട് തന്നെ അച്ഛൻ മറുപടി പറയണം എന്നങ്ങ് പറയുമ്പോൾ, എന്താ മോനെ, എന്താ നീ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ, എനിക്ക് പ്രിയനെ കുറിച്ചാണ് അറിയേണ്ടത്. പ്രിയനെ ഇവിടേക്ക് ആരാണ് കൊണ്ടുവന്നത്, സ്നേഹസദനത്തിലേക്ക് ആരാണ് പ്രിയനെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം വിശ്വനാഥൻ അച്ഛനോട് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ പറയാണ്, പ്രിയനെ കൊണ്ടുവന്നത് പാറവിള പവിത്രനും അയാളുടെ ഭാര്യയും ാണ് എന്നങ്ങ് പറയുമ്പോൾ അർജുൻ ചോദിക്കുകയാണ്, അപ്പോൾ പാറവിളുടെ പവിത്രയുടെയും അയാളുടെ ഭാര്യയുടെയും മകളാണോ പ്രിയ എന്നങ്ങ് ചോദിക്കുമ്പോൾ വിശ്വനാഥൻ അച്ഛൻ പറയണ, അല്ല, ഒരിക്കലുമല്ല, പ്രിയ അവരുടെ മകളല്ല. അവർക്ക് പ്രിയനെ എവിടുന്നോ കിട്ടിയത് തന്നെയാണ്. പ്രിയയുടെ അച്ഛനും അമ്മയും ആരാണെന്നൊന്നും അവർക്കറിയില്ല. പക്ഷേ അവർ കുറേ കാലം പ്രിയനെ അവരാണ് നോക്കി വളർത്തിയത്. പിന്നീട് അവരെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് മാത്രമാണ് സ്നേഹസദനത്തിലേക്ക് പ്രിയനെ കൊടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് തന്നെ വിശ്വനാഥൻ അച്ഛൻ അർജുനോട് പറയാൻ കേട്ടോ. അങ്ങനെ അർജുന് ഒരു ചെറിയ സംശയം പോലെയോ പ്രിയയുടെ കാര്യത്തിൽ അർജുൻ അങ്ങനെ തോന്നാൻ കേട്ടോ. പിന്നീട് അർജുനും പൂജയും കൂടി നന്ദഗോപനെ കാണാൻ വേണ്ടി ചെല്ലാൻ കേട്ടോ. അപ്പോൾ നന്ദഗോപനാണെങ്കിൽ ആകെ വിഷമിച്ചുകൊണ്ട് തന്നെയാവും നിൽക്കുന്നുണ്ടാവുക. എന്നിട്ട് പൂജയെ കണ്ടപ്പോൾ സന്തോഷത്തോടു കൂടി നന്ദഗോപൻ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വീകരിക്കാൻ കേട്ടോ. എന്നിട്ട് അരുണിമയുടെ കാര്യമൊക്കെ ചോദിച്ചറിയണം. അപ്പോൾ പൂജ തന്നെ പറയുന്നുണ്ട്, അമ്മയുടെ സ്വഭാവത്തിന് ഒരു വ്യത്യാസവുമില്ല, അച്ഛനുമായിട്ട് ഇപ്പോഴും ഒരുമിച്ച് പോകാനുള്ള ആ മനസ്സൊന്നും അമ്മയ്ക്കും ഇല്ല എന്ന് പറയുമ്പോൾ അരുണിമേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല,
കാര്യമില്ല. കാരണം കമ്മീഷണർ ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനോ എൻ്റെ മോളുമായി സന്തോഷത്തോടു കൂടി ജീവിക്കാനോ സമ്മതിക്കില്ല. അങ്ങനെ വല്ല ജീവിതവും വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് മറക്കാനാവാത്ത സംഭവം ഉണ്ടാവും. ഞങ്ങൾക്കാർക്കും തന്നെ ഇനി മോളെ നഷ്ടപ്പെടാനും വയ്യ. അതുകൊണ്ട് മോളെ, ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും കമ്മീഷണറുടെ മായുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നതിൻ്റെ ശേഷം നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ വിഷമത്തോട് നന്ദഗോപൻ അങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ അർജുൻ ചോദിച്ചറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്താണ് കമ്മീഷണറുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ. അപ്പോഴും നന്ദഗോപൻ അതിൽ നിന്നും വഴുതി മാറാൻ വേണ്ടി നോക്കണം കേട്ടോ. അങ്ങനെ പിന്നെ പൂജയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അങ്ങനെ പൂജ വാശിയും ദേഷ്യത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും നന്ദഗോപനോട് അങ്ങ് ചോദിച്ചാണ്, എനിക്ക് അച്ഛൻ ഇനി ഇക്കാര്യം എന്നോട് പറയാതെ ഞാൻ ഈ വീട്ടിൽ നിന്നും പോവുകയില്ല. അച്ഛൻ എന്നോട് ഇക്കാര്യം എന്നോട് ഈ സത്യം പറയാതെ ഒരിക്കലും അച്ഛനുമായിട്ട് ഇനി ഞാൻ ഇവിടേക്ക് കാണാൻ വരികയോ ഒന്നും ഇല്ല എന്നുള്ള ആ ഒരു സങ്കടത്തോടു കൂടി പറയാൻ കേട്ടോ. അതുകൊണ്ട് അച്ഛൻ ഞങ്ങളോട് ഈ സത്യം പറഞ്ഞേ പറ്റൂ. കമ്മീഷണറുമായിട്ട് അച്ഛനുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യം അങ്ങ് ചോദിച്ചറിയാൻ കേട്ടോ. അങ്ങനെ നന്ദഗോപൻ മനസ്സില്ലാ മനസ്സോടെ പൂജയോടും അർജുനോടും കമ്മീഷണറുമായിട്ടുള്ള ആ ഒരു രഹസ്യം പറയാൻ ഒരുങ്ങാണ്. അങ്ങനെ കമ്മീഷണർക്ക് ഒരു പെങ്ങളുണ്ടാവും. കമ്മീഷണർക്ക് ഒരു അച്ഛനും അമ്മയും ഒരു പെങ്ങളുമാണ് കേട്ടോ കമ്മീഷണർക്ക് ഉണ്ടാവുക. അവരെ കണ്ണൂരിൽ താമസിച്ച് വരുന്നവരാവും. അങ്ങനെ അത്യാവശ്യം സാമ്പത്തികമായി നല്ല കഴിവുള്ളവർ തന്നെയായിരിക്കും കമ്മീഷണറുടെ ഫാമിലി. അങ്ങനെ കമ്മീഷണറുടെ പെങ്ങൾ പഠിക്കാൻ പോയിരുന്ന കോളേജിലെ അധ്യാപകനായി നന്ദഗോപൻ. അങ്ങനെ കമ്മീഷണറെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ SP കിരൺ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടാവും. അക്കാര്യമൊക്കെ അർജുനോട് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. കമ്മീഷണർക്ക് അച്ഛനും അമ്മയും ഒരു പെങ്ങളാണ് ഉണ്ടായിരുന്നത്. അവർ കണ്ണൂരിൽ ഒരു ഫാമിലി ആയിട്ട് താമസിക്കുകയായിരുന്നു. അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഉള്ളവർ തന്നെയായിരുന്നു. പിന്നീട് അവർ അവിടുത്തെ സ്ഥലമെല്ലാം വിറ്റ ശേഷം നേരെ എറണാകുളത്തേക്ക് താമസം മാറി. പിന്നീട് അവിടുന്ന് അവരെല്ലാവരും വിറ്റൊഴിഞ്ഞിട്ട് പിന്നെ നേരെ പാലക്കാടുള്ള സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ അർജുനോട് SP കിരൺ പറയുന്നുണ്ട്. അതുപോലെ കമ്മീഷണർ 6 മാസം കൂടുമ്പോൾ ലീവ് എടുത്ത് പോകുന്നത് ഒരു ഭ്രാന്താശുപത്രിയിലേക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ തന്നെ ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അയാളെ കാണുമ്പോഴും അയാളുടെ സംസാരത്തിലും ശരിക്കും ഒരു ഭ്രാന്തനെ പോലെ തന്നെയാണ് അയാൾ സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പോലീസിൽ എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് അയാളുടെ ഹിസ്റ്ററിയിൽ ഒന്നും തന്നെ ഇങ്ങനെ ഒരു ഭ്രാന്ത് അയാൾക്കുള്ളതായി രേഖപ്പെടുത്തിയിട്ടില്ല. അത്രയ്ക്കും പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു പോലീസുകാരൻ തന്നെയാണ് കമ്മീഷണർ. പിന്നെ അയാൾക്ക് നല്ല പിടിപാടും കാര്യങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ 6 മാസം കൂടും അയാൾ ഒരു ഭ്രാന്താശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അവിടെ ചികിത്സയ്ക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവിടെ പോയിട്ട് അവിടെയുള്ള അന്തേവാസികൾക്ക് ക്ലാസ് എടുക്കുകയാണ് എന്നൊക്കെയാണ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളത്. കമ്മീഷണറുടെ ഹിസ്റ്ററി റിപ്പോർട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം അർജുനോട് കിരൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് അർജുന് ഒരു സംശയം പോലെ വരുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നന്ദഗോപൻ്റെ പെങ്ങൾ ഇപ്പോൾ ഭ്രാന്താശുപത്രിയിലായിരിക്കും. അന്നത്തെ ആ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് അങ്ങനെ മാനസിക നില തെറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ആവാനാണ് മിക്കവാറും സാധ്യത. ഒരു പക്ഷേ ആ കുഞ്ഞായിരിക്കും പ്രിയ നന്ദഗോപൻ്റെ മകളായിരിക്കില്ല. പക്ഷേ കമ്മീഷണറുടെ പെങ്ങളെ ചതിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കും. ആ കുട്ടിയായിരിക്കും കേട്ടോ പ്രിയ. കമ്മീഷണറുടെ പെങ്ങളെ സ്നേഹിച്ച ആൾ ആരാണെന്നുള്ളത് നന്ദഗോപന് അറിയാമായിരിക്കും. അങ്ങനെ നന്ദഗോപൻ അർജുനോടും പൂജയോടും ആ സത്യം പറയുമ്പോഴാവും കമ്മീഷണറുടെ പെങ്ങളെ സ്നേഹിച്ചതും കമ്മീഷണറുടെ പെങ്ങൾ തിരിച്ച് സ്നേഹിച്ചതും ആളുടെ ആ പേരും കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ പോകുന്നുണ്ടാവുക. പക്ഷേ കമ്മീഷണറുടെ തെറ്റിദ്ധാരണയിൽ നന്ദഗോപനാണ് അയാളുടെ പെങ്ങളെ ചതിച്ചത് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കാവും കമ്മീഷണർ. സത്യത്തിൽ കമ്മീഷണറുടെ പെങ്ങളെ ചതിച്ചത് മറ്റാരെങ്കിലും ആവും. അത് നന്ദഗോപന് അറിയുകയും ഉണ്ടാവും. അങ്ങനെയുള്ള എപ്പിസോഡാവും ഇനി വരാനിരിക്കുന്നുണ്ടാവുക. അങ്ങനെ പ്രിയ കമ്മീഷണറുടെ പെങ്ങളുടെ മകളാവാനാണ് മിക്കവാറും സാധ്യതയുള്ളത്. അങ്ങനെ പാറവിള പവിത്രനും ഭാര്യയ്ക്കും കളഞ്ഞു കിട്ടിയ കുട്ടിയായിരിക്കും പ്രിയനെ കുറച്ചു കാലമൊക്കെ പാറവിള പവിത്രനും ഭാര്യയുമായിരിക്കും നോക്കി വളർത്തിയിട്ടുണ്ടാവുക. പിന്നീടായിരിക്കും സ്നേഹസദനത്തിൽ കൊടുന്ന് ഏൽപ്പിച്ചതൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവും ഇനി കഥയിൽ വരാൻ പോകുന്നത്.